السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അല്ലാഹു അവൻ്റെ സ്വാലിഹീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും മക്കളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നഫക്കയുടെ പാഠമാണ്. തംകീൻ ചെയ്ത ഭാര്യയ്ക്ക് നഫക്ക കൊടുക്കൽ നിർബന്ധമാണ്. ഭർത്താവാണ് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കേണ്ടത്, ഭാര്യ ഭർത്താവിന് അല്ല. ചില സമൂഹങ്ങളിലേക്ക് അങ്ങനെയുണ്ട്. സ്ത്രീകൾ പണിക്ക് പോയി കുടുംബം പോറ്റുന്ന ഭർത്താവ് പണിക്ക് പോകാത്ത വീട്ടിലിരുന്ന് മക്കളെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് എത്ര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി പറയുകയാണ് ബി ഉദുമിൻ. ഭക്ഷണം മുദ്ദാണ് കൊടുക്കേണ്ടത്, നാട്ടിലെ സാധാരണ ധാന്യത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ബി ഉദുമിൻ, അതിനുള്ള കൂട്ടാൻ സഹിതം കൊടുക്കണം. കൂട്ടാൻ സഹിതം, കൂട്ടാൻ എന്നറിയില്ലേ, ഇറച്ചി, നെയ്യ്, അങ്ങനെയൊക്കെ. അവൾക്ക് വേണോ വേണ്ടെന്നുള്ളത് വിഷയമല്ല. വേണ്ട, തിന്നാലും തിന്നിട്ടില്ലെങ്കിലും കൊടുക്കണം. വെളിച്ചെണ്ണ, ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഖാദിയാണ് അതിലിടപെട്ടിട്ട് എന്ത് ചെയ്യേണ്ടത്, അത് നിർവഹിക്കേണ്ടത്. എത്ര വേണമെന്ന് ഖാദി നിർവഹിച്ചു കൊടുക്കണം. ഇറച്ചി കൊടുക്കണം, നാട്ടിലെ പതിവനുസരിച്ചിട്ട് കൊടുക്കണം. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും. അത് എത്രയെന്ന് പ്രത്യേകം കണക്കാക്കേണ്ടതൊന്നുമില്ല, ആവശ്യത്തിനനുസരിച്ച് എന്നുള്ളതാണ് അതിനുള്ള പ്രബലമായ അഭിപ്രായം. നോക്കൂ, ബി ഉദുമിൻ മാ ഉദുമിൻ ഉഅ്തീദ, പതിവുള്ള കൂട്ടാൻ സഹിതം. വൈലം തഅ്കുൽഹു, അവളത് കഴിച്ചില്ലെങ്കിൽ പോലും. കസംനിൻ, നെയ്യ്, വസൈത്തിൻ, എണ്ണ, വതംരിൻ, കാരക്ക, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. വലൗ തനാസഅ ഫീഹി, ഇനി രണ്ടുപേരും അതിൽ തർക്കിച്ചു. ഒഫിൽ ലഹ്മി അല്ലാത്തി, അല്ലെങ്കിൽ മാംസത്തിൻ്റെ കാര്യത്തിൽ, അതിന് പിന്നെ വരുന്നുണ്ട് മാംസത്തിൻ്റെ കാര്യം. അതിൻ്റെ അളവിൽ തർക്കിച്ചാൽ തനാസഅ ഖദ്ദറഹു ഖാദിൻ ബിജ്തിഹാദിഹി, ഖാദി അതിനെ കണക്കാക്കി കൊടുക്കണം തൻ്റെ ഗവേഷണ പ്രകാരം. ഷറ എത്രയെന്ന് പറയുന്നില്ല, ഖാദിയാണ് കണക്കാക്കേണ്ടത്. മുഫാബിത്തൻ ഫി ഖദ്രി ദാലിക ബൈനൽ മൂസിരി വഗൈരിഹി, ഖാദി അതിൽ വ്യത്യാസപ്പെടുത്തണം. മൂസിർ, കഴിവുള്ളവനെയും കഴിവില്ലാത്തവനെയും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്. തഫാവത്ത എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെട്ടു എന്നല്ലേ. ഫാവത്ത, ഇഫാവിത്തു, മുഫാബിത്തൻ, വ്യത്യാസപ്പെടുത്തിയാണ്. എന്നാൽ ചില കിതാബിലൊക്കെ ഒരു ഊക്കിയ എന്ന് പറഞ്ഞത് ഒരു സുമാറ് പറഞ്ഞതാണ്. ഉദാഹരണം, ഹാബി എന്ന് പറയുന്ന കിതാബിൽ കണക്കാക്കിയത് ഷാഫി ഇമാം പറഞ്ഞതൊക്കെ. തഖ്ദീറുൽ ഹാബി, ഇമാം ഹാബി തങ്ങൾ കണക്കാക്കിയത് കന്നസ്സി, ഷാഫി ഇമാം തന്നെ പറഞ്ഞതുപോലെ ബി ഊഖിയത്തി സൈത്തിൻ ഔ സമീൻ, ഒരു ഊക്കിയ സൈത്ത്, ഒരു ഊക്കിയ നെയ്യ് എന്നൊക്കെ കണക്കാക്കിയത് തഖരീബൻ ഒരു സുമാറ് പറഞ്ഞതാണ്. അത്രയ്ക്ക് മതിയാവുന്ന രീതിയിൽ പറഞ്ഞതാണ്. ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹം എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിലൊക്കെ പല അളവുമില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ അളക്കാൻ പല പാത്രമല്ലേ, 4 ഇടങ്ങഴി എന്നൊക്കെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ 100-200 മില്ലി എന്നൊക്കെ പറഞ്ഞ മാതിരി. ഒരു ഊക്കിയ 40 ദിർഹം, ഒരു 100 ഗ്രാമിലധികം എന്ന് കണക്കാക്കി തഖരീബൻ ഒരു സുമാറ് പറഞ്ഞതാണ്. അതൊക്കെ മതിയാകും എന്നർത്ഥത്തിൽ. ഒരു ദിവസത്തേക്ക്. യജ്ബു അയ്ളൻ ലഹ്മുൻ, മാംസവും കൊടുക്കുന്ന നിർബന്ധമാണ്. ഉഅ്തീദ, പതിവുള്ള, ആ നാട്ടിൽ ഭക്ഷണം കഴിക്കുന്ന അവർ എത്രയാണോ മാംസം കൊടുക്കൽ, ആ പതിവാക്കപ്പെട്ട മാംസവും കൊടുക്കണം. പതിവുള്ള മാംസം. ഖദ്റൻ, അളവ് കൊണ്ടും, വഖ്തൻ, സമയം കൊണ്ടും, പതിവ് എങ്ങനെയാണോ ആ ഒരു മാംസം കൊടുക്കുക. ഹസ്ബി യസാരിഹി വയസാരിഹി, അവൻ്റെ ആവതിനും ആവതില്ലായ്മക്കും അനുസരിച്ച്. വൈലം തഅ്കുലുഹു അയ്ളൻ, അവത് ഭക്ഷിക്കണില്ലെങ്കിൽ പോലും, ചിലപ്പോൾ ഇറച്ചി പറ്റാത്ത പെണ്ണുങ്ങളായിരിക്കും, എന്നാലും കൊടുക്കുന്ന ഇറച്ചി. ഫൈനുമറ്റീത മറത്തൻ
ഫേസ്ബുക്ക് ആഴ്ചയിൽ ഒരു വട്ടമാണ് പതിവെങ്കിൽ ഫല്ലൗലാക്കൗനുഹുൽ ജുമുഅത്തി അത് വെള്ളിയാഴ്ച കൊടുക്കലാണ് നല്ലത്. അത് മറത്തേനി 2 വട്ടമാണ് പതിവെങ്കിൽ ഫൽ ജുമുഅ വസ്സലാസ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കൊടുക്കുക. എല്ലാ ദിവസവും പതിവ്. ഇപ്പൊക്കെ ഇറച്ചി വാങ്ങാത്ത ദിവസമല്ലേ നമ്മളെ വീട്ടിലൊക്കെ. ഇപ്പം അങ്ങനെയാണ്. പഴയ കാലത്തൊക്കെ വെള്ളിയാഴ്ച മാത്രമേ ഇറച്ചി വാങ്ങുള്ളൂ. ഇപ്പത്തിന് മസല പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇറച്ചിയോ മീനോ വാങ്ങി കൊടുക്കണം. വന്നസ്തു ആയതും ദിത്തുൽ ലഹ്മിൻ ഫിൽ ഉസ്ബുഇൽ മുഅസ്സിരിത്തിലായ മുഅസ്സിരി മഹ്മൂന ഖില്ലത്തുൽ ലഹ്മി ഫി അയ്യാമി മിസ്ർ ഫിസാദ് ബിഖദ്രിൽ ഹാജത്ത് ബിഹസ്ബി ഹാദത്തിൽ മഹല്ലി. അപ്പോൾ ചിലപ്പോൾ 1/2 കിലോ വേണ്ടി വരും, ചിലപ്പോൾ ഒരു ദിവസം 1 കിലോ തന്നെ വേണ്ടി വരും. പെണ്ണുങ്ങളെ വയറിൻ്റെ വിശാലൊക്കെ അനുസരിച്ചാണ്, ഓരോ തൊള്ളൻ്റെ താല്പര്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടാവും. പതിവനുസരിച്ച് നടത്താം. അപ്പോൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ വരും തീറ്റയാണല്ലോ, അപ്പോൾ ഇറച്ചിയൊക്കെ നല്ലോണം വേണ്ടി വരും. അപ്പോൾ ഷാഫി ഇമാമ് ഒരു റാത്തൽ എന്ന് കണക്കാക്കി പറഞ്ഞതോ അങ്ങനെ കണക്കാക്കാൻ പറ്റൂല. റാത്തൽ എന്ന് പറയുമ്പോൾ ഒരു 500 ഇറച്ചി, ഒരു 1/2 കിലോ ഇറച്ചിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞതോ നമ്മളങ്ങനെ കണക്കാക്കിയില്ലല്ലോ. തീതം ഖദറൻ വഖ്തൻ, പതിവുള്ള അളവിലും പതിവുള്ള സമയത്തിനും അനുസരിച്ച് എത്രയാണോ എത്ര ആ നാട്ടിലെ പതിവ് ഇറച്ചി വാങ്ങുന്ന പതിവ് അങ്ങനെ എല്ലാ ദിവസമാണെങ്കിൽ അങ്ങനെ, ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ അങ്ങനെ, മാസത്തിൽ ഒരു ദിവസമാണെങ്കിൽ അങ്ങനെ. അളവോ അതും അങ്ങനെ തന്നെ. ഇപ്പം നാട്ടിലൊക്കെ പതിവ് ഇപ്പം എന്താ, നമ്മളെ നാട്ടിലെ പതിവ് ഇപ്പം എന്താ, പെരക്കാർക്ക് ഒന്നായിട്ട് വാങ്ങുന്നതുകൊണ്ട് പിന്നെ പ്രത്യേക കണക്കൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് വാങ്ങുന്ന പതിവൊന്നുമില്ല. എന്നാലും ഒരു 200 ഗ്രാം ഇറച്ചിയൊക്കെ ഉണ്ടായാൽ മതിയാവൂലേ. ഷാഫി ഇമാം പറഞ്ഞത് റാത്തൽ എന്ന് പറഞ്ഞതും ആ നാട്ടിലെ ഒരു ചുരുങ്ങിയ അളവ് പറഞ്ഞതാണ്. സംഗതി അതിനേക്കാളൊക്കെ ആവശ്യം എന്ന് വെച്ച് കൂട്ടണം എന്നാണ് മുസന്നിഫ് പറയുന്നത്. വന്നസ്സു അയ്മൻ, ഷാഫി ഇമാം പറഞ്ഞത് എന്ത്, റിത്തുരു ലഹ്മിൻ ഫിൽ ഉസ്ബുഇ അലൽ മുഅസ്സിരി, ആഴ്ചയിൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തവൻ ഒരു റാത്തൽ ഇറച്ചി എന്നും, ഒരിത്തലാനി അലൽ മൂസിരി, സാമ്പത്തിക ശേഷി ഉള്ളവൻ 2 റാത്തൽ ഇറച്ചി, 1 കിലോ ഇറച്ചി എന്നൊക്കെ പറഞ്ഞത് മഹ്മൂലുൻ അതിനെയും ചുമത്തപ്പെടേണ്ടതാണ്. അല ഖില്ലത്തിൽ ലഹ്മി ഫി അയ്യാമിഹി ബി മിസ്ർ, ഷാഫി ഇമാമിൻ്റെ കാലത്ത്, അയ്യാം പറഞ്ഞ കാലത്ത് മിസ്റിൽ മാംസം കുറവായിരുന്നു എന്ന ഒരു സംഗതിയുടെ മേൽ ചുമത്തപ്പെടേണ്ടതാണ്. അതായത് ഫൈസാദ് ബിഖദ്രിൽ ഹാജത്ത്, ആവശ്യാനുസരണം വീണ്ടും കൂട്ടണം. രാത്രി മതിയാവില്ല ചിലപ്പോൾ. ബിഹസ്ബി ആദത്തിൽ മഹല്ലി, നാട്ടിലെ പതിവനുസരിച്ച് ആവശ്യാനുസരണം കൂട്ടണം. ആഴ്ചയിൽ ദിവസമൊക്കെ ഇറച്ചി വാങ്ങുകയാണെങ്കിൽ 1/2 കിലോ ഇറച്ചി കൊണ്ടൊക്കെ എന്താവുക, 1 കിലോനൊക്കെ കിട്ടണ്ടേ. കരിച്ചും പൊരിച്ചും നെരിച്ചും കഴിക്കണ്ടേ. ഇറച്ചി വാങ്ങണമെന്ന് പിന്നെ വേറെ കൂട്ടാനൊന്നും വേണ്ട. വല്ലൗജഹു അന്നഹു ലാ ഉദുമ യൗമുൽ ലഹ്മി, ഇറച്ചി ദിവസം പിന്നെ വേറെ കൂട്ടാനൊന്നുമില്ല. ഇൻ കഫാഹ, അത് മതിയാവുമെങ്കിൽ, ഇതാ പ്രഭാത ഭക്ഷണമായിട്ടും പാഴ്സാൻ രാത്രി ഭക്ഷണമായിട്ടൊക്കെ മതിയാവുമെങ്കിൽ പിന്നെ വേറെ കൂട്ടാനൊന്നും വേണ്ട. ഇല്ല മതിയാവൂല എങ്കിൽ വജമ മറ്റ് കൂട്ടാനൊക്കെ വേണ്ടി വരും, പയറുപ്പേരിയൊക്കെ വേണ്ടി വരും. എന്താലേ പെണ്ണുങ്ങളെ അവകാശം ഇങ്ങനെ ഇറച്ചി പച്ചക്കറി ആയിട്ട് ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറയാണ്. സൗഭാഗ്യമാണ് പെണ്ണുങ്ങളുടെ സൗഭാഗ്യം. ഇതൊക്കെ അങ്ങോട്ട് കിട്ടണമെന്നാണ്. അത് 1 ദിവസം 2 ദിവസം തന്നെയല്ലേ. നിക്കാഹ് തന്നെ സ്വീകരിച്ചു, ഞാൻ അവിടെ സ്വീകരിച്ചു എന്നാണ് പറയലോടുകൂടി മരിക്കണത് വരെ പിന്നെ ഈ അവകാശം, കൂട്ടാൻ്റെ അവകാശം സ്വീകരിച്ചു. ഞാൻ കെട്ടിച്ചെന്നു, ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ കൂട്ടത്തിലേ മുഴുവനങ്ങ് സ്വീകരിക്കുകയാണ്. അവരുടെ ഭക്ഷണം, വസ്ത്രം, താമസം എല്ലാം. ഏതായാലും വലിയ പദവിയാണ് ഇസ്ലാമിന് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇറച്ചി ഒക്കെ വാങ്ങി, ഇറച്ചിയും അരിയൊക്കെ വാങ്ങി, ഉപ്പൊക്കെ നമ്മൾ വാങ്ങിയോട്ടേ നോക്കാൻ പറ്റുമോ? ഏയ്. ഒമാ മിൽഹിൻ, ഉപ്പും ഹത്തബിൻ, വിറകൊന്നും ഇങ്ങനെ പോയി കത്തിയും കയറും എടുത്തുകൊണ്ട് വന്നിട്ട് പറമ്പിൽ പോയിട്ട് മുറിച്ചുകൊണ്ട് വരുമെന്ന് പറയാനൊന്നും പറ്റില്ല. നേരെ അടുപ്പിൻ്റെ അടുത്തുള്ള കൊണ്ടുപോയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്യാസ്. അപ്പോൾ മായി ഷുറുബിൻ, കുടിവെള്ളവും കൊടുക്കണം. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പൈസയും ഭർത്താവിനെ അടക്കേണ്ടത്. ഈ തബക്കുഫിൽ ഹയാത്തി, അതിന് ജീവിക്കാനത് നിർബന്ധമാണല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ കൊടുത്തു നിൽക്കുക, അതൊന്നും പോരാ. മോനത്തിൻ, അതിനാവശ്യമായ മറ്റ് ചിലവുകളൊക്കെ വേണം. കൗജറത്തി തഹനീൻ, അത് പൊടിക്കാനുള്ള കൂലി,
വജിനിൻ മാവാക്കാനുള്ള കൂലി, ഹുബ്സിൻ പത്തിരി പത്തിരിൻ്റെ കൂലി, തബഖിൻ പാചകത്തിൻ്റെ കൂലി ഒക്കെ കൊടുക്കണം. അല്ലാ രാജാവാവൂലെന്ന് ചോദിക്കും. അല്ല, അത്തരം പതിവൊക്കെ ഉള്ള പെണ്ണാണെങ്കിൽ നടത്താം. മാലം തെക്കും മിൻ ഖൗമിൻ യഅ്താദു ദാലിക ബിഅംസ്, ഇതൊക്കെ സ്വയം ചെയ്യുന്ന പതിവുള്ള കൗമിൽപ്പെട്ടവരല്ലെങ്കിലാട്ടോ. ഇതൊക്കെ ഇഅ്താദാന്നാണ് പതിവാക്കി. ആദത്ത് ആദത്തായ ഇതൊക്കെ സ്വയം ചെയ്യുന്ന പതിവായിട്ടുള്ള ജനതയിൽപ്പെട്ടവളല്ലെങ്കിൽ എന്ത് ചെയ്യണം? മാവിനും പൊടിക്കാനും മാവാക്കാനും പത്തിരി ഉണ്ടാക്കാനും വേവിക്കാനൊക്കെ ഉള്ള കൂലി ലിസ്റ്റാക്കിയെടുത്ത് തരും. ഇങ്ങനെ കറക്റ്റാക്കി കൊടുക്കേണ്ടി വരും ഓരോ ദിവസവും. ഇമാം ഇബ്നു റിഫാഅത്ത് റഹിമഹുല്ലാഹ് ഇക്കാര്യം വളരെ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അസ്റാ ഇമാം പറഞ്ഞിട്ടുണ്ട്, ജസ്മ ഗൈറുമാ ബിഅന്നഹു ലാ ഫർഖ. ഈ രണ്ട് പണ്ഡിതന്മാരല്ലാത്തവർ പറയുന്നത് എന്താണെന്നറിയോ? വ്യത്യാസമൊന്നുമില്ല എന്ന്. ഇബ്നു റിഫാഅത്ത് അസ്റാ ഇമാം പറഞ്ഞത് സ്വന്തമായിട്ട് ചെയ്യുന്ന പതിവുണ്ടെങ്കിൽ പിന്നെ അവരെന്നെ ചെയ്തോട്ടെ, അതിനുള്ള കൂലിയൊന്നും കൊടുക്കണ്ട, അരിയും കൊണ്ടുകൊടുത്താൽ മതി. അരി എന്ത് ചെയ്തോട്ടെ, ഒരലും ഒലക്കയും ഒക്കെ എടുത്തിട്ട് ഇടിച്ച് പൊടിച്ച് മാവാക്കി സ്വയം ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ പതിവാണെങ്കിൽ മറ്റുള്ള ഇവർ പറയുന്നത് ഗൈറുഹുമ, രണ്ടല്ലാത്ത പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യത്യാസമില്ല. അത് പതിവുണ്ടായാലും പതിവില്ലെങ്കിലും സ്ത്രീപക്ഷപാതികളാണ് ബാക്കിയുള്ളവരൊക്കെ. കൂലി കൊടുത്തോളണം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് അരിയും കൊണ്ടുകൊടുക്കലുള്ളൂ. ഒരലും ഒലക്കയൊക്കെ മൂലക്കലായില്ലേ, അകത്തുണ്ടായിരുന്ന സാധനമൊക്കെ പുറത്ത് കിട്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ എന്താ ഇപ്പോൾ ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസും ഇല്ലാത്തൊരവസ്ഥ വരും. ഇങ്ങനെ വിളിച്ച് പറയാം, ഭക്ഷണം നേരെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തുക ഓരോ നേരവും. ഏതായാലും വിഷയമായിട്ട് ബന്ധപ്പെട്ടതൊന്നല്ലെങ്കിലും ശരീരം ഇളകി പണിയെടുത്താൽ തന്നെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. സ്വന്തം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് തന്നെ ശുദ്ധത ഉണ്ടാവുള്ളൂ. ശുദ്ധത ഉണ്ടെന്ന് ഉറപ്പുള്ളൂ. ബാക്കിയുള്ള വേറെ ആൾക്കാരുണ്ടാക്കണല്ലേ, അത് നമുക്ക് ഉറപ്പില്ലല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. നമുക്ക് അല്ലാഹു തആലാക്ക് ഇബാദത്ത് എടുക്കാനാണ് നമ്മുടെ ശരീരം. അപ്പോൾ വൈദ്യശാസ്ത്രവും പത്രങ്ങളും ഒക്കെ പറയാണ്, അതങ്ങനെ ഈ ആരൊക്കെയോ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കരുത്, ജങ്ക് ഫ്രൂട്ട്, അതേപോലെ ഹോട്ടൽ ഭക്ഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ജീവിതശൈലി രോഗങ്ങളുണ്ടാകും, അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. രോഗം ഉണ്ടായ ഗുളി പിടിച്ചാൽ പോരെ എന്ന് മാത്രം ചോദിച്ചാൽ പോരെ, നമുക്ക് ഇബാദത്തെടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ സ്ത്രീകൾ വീട്ടിൽ സ്വന്തം ജോലി എടുത്തിട്ട് രക്ഷപ്പെടാനാണെന്ന് ആരും വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. ഏതായാലും ഇപ്പോഴത്തെ സമൂഹത്തിന് ഇങ്ങനെയാണ്. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് എന്താവും, ഭർത്താക്കന്മാർക്ക് ചിലവ് കൂടുന്നതന്നെ പറയുന്നത്. ആലത്തിൽ തബ്ഖീൻ, പിന്നെ വേവിക്കാനുള്ള ഉപകരണങ്ങൾ കൊടുക്കണം, ഗ്യാസും കറണ്ടും ഒക്കെ. വാക്കിലും മഷൂറും തിന്നാനും കുടിക്കാനൊക്കെ ഉള്ള ആലത്ത് കൊടുക്കണം. കസായത്തിൻ പാത്രം, കൂസ് ഗ്ലാസ്, ജറത്ത് വലിയ പാത്രം, ഖൈദർ ചട്ടി, മഗ്റഫത്ത് കോരി, ഇബ്രീഖ് സ്പൂൺ, വിളക്ക്, മിൻ ഹസബിൻ അത് മരത്തിൻ്റെതാവായി പറഞ്ഞ സാധനമൊക്കെ ആവും, ഹസഫിൻ അല്ലെങ്കിൽ ഓടിൻ്റെതാവാവും, ഹജരിൻ കല്ലുന്നതാകാം. ഇത് പറയണ കാലത്ത് അതന്നെ ഉള്ളൂ. മരത്തിൻ്റെ ഗ്ലാസ്, അല്ലെങ്കിൽ ഓടുകൊണ്ടുണ്ടാക്കൂലേ, മണ്ണുകൊണ്ടൊക്കെ അത്, അല്ലെങ്കിൽ കല്ല്, ഇതൊക്കെ പോയി ഇപ്പോൾ ഇരുമ്പും സ്റ്റീലും ഒക്കെ ആയില്ലേ. വലാജുമിൻ നുഹാസിൻ, ചെമ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സീനിയിൻ, ചീന പാത്രം തന്നെ നിർബന്ധമൊന്നുമില്ല. ചീന എന്ന് പറഞ്ഞ പാത്രമുണ്ട്, ചീനപ്പാത്രം പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കാനത്ത് ഷരീഫത്തൻ, ഓടിഞ്ഞ് വലിയ VIP ആണെങ്കിൽ പോലും അതും നിർബന്ധമല്ല. അത് ആ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. ഇപ്പം പിന്നെ അതില്ലാത്തതുകൊണ്ട് തന്നെ നിർബന്ധം. ഇപ്പം ഹജറിൻ്റെ സ്ഥാനത്ത് ഇരുമ്പും അലുമിനിയും സ്റ്റീലൊക്കെയാണല്ലോ ഉള്ളത്. ചെമ്പിന് ഭയങ്കരം വിലയാണ്, നിർബന്ധമൊന്നുമില്ല. ചെമ്പും പാത്രം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരെ പാത്രമാണ്. ജറത്ത് എന്ന് പറഞ്ഞാൽ മൺപാത്രമൊക്കെ ഉണ്ടാവില്ലേ, കലം, അതിനാണ് ജറത്ത് എന്ന് പറയാം. ജറത്ത് കലം. മൗറഫത്ത് പറഞ്ഞാൽ കോരി, കൈല് എന്നൊക്കെ പറയും.
വസാഅത്ത് എന്ന് പറഞ്ഞാൽ പ്ലേറ്റൊക്കെ അല്ലേ. ഖിദർ എന്ന് പറഞ്ഞാൽ ചട്ടി, അതായത് സാധനം വേവിക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി. ഇനി ഖിദർ ചട്ടി. പ്ലേറ്റ്, ഗ്ലാസ്, ജറത്ത്, മൺപാത്രം, മറ്റ് ഖിദർ കറിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം. അപ്പം ഭക്ഷണവും അതിനോടനുബന്ധമായ കൂട്ടാനുകളും കൊടുക്കണം എന്ന് പറഞ്ഞു. വെജുബല ആല സോജുബല മുസ്രൻ. അതുപോലെ തന്നെ ഭർത്താവിന് നിർബന്ധമാണ്, പൈസ ഇല്ലെങ്കിൽ പോലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് പൈസ ഉണ്ടോ അല്ലേ എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസപ്പെടാം. പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഭർത്താവിന് നിർബന്ധമാണ്. അവ്വല കുല്ലി സിത്തത്തി അശൂരിൻ, എല്ലാ 6 മാസം കൂടുമ്പോൾ തുടക്കത്തിൽ, ഓരോ 6 മാസത്തിൻ്റെ തുടക്കത്തിലും കിസ്വത്തും തക്വീഹ, അവൾക്ക് തികയുന്ന ഫിറ്റാകുന്ന ഒരു വസ്ത്രം. എങ്ങനെ? തൂലൻ, നീളം കൊണ്ടുമ്പോൾ ലഹാമത്തൻ, വിടുത്തുകൊണ്ടും വണ്ണം കൊണ്ടുമൊക്കെ ഫിറ്റാകുന്ന ഒരു വസ്ത്രം കൊടുക്കണം. തക്ഫീഹ, അവൾക്ക് ഫിറ്റാകുന്ന. അപ്പം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? കുറച്ച് കാര്യങ്ങൾ പറയാണ്, ഓരോ കാലത്തിനനുസരിച്ച് മാറും. ഒരു വാജിബ് ഖമീസ്, നിർബന്ധമായതൊരു ഖമീസാണ്. നമസ്കാരത്തിലൊക്കെ ഇടുന്ന മാതിരി, അല്ലെങ്കിൽ ഒരു ചുരിദാർ മാതിരി, അല്ലെങ്കിൽ എന്ന് പറയാം ഒരു മാക്സി മാതിരി, മാലും മാക്സിയോ നൈറ്റി എന്നൊക്കെ പറയുന്നത്. മാലും തൊക്കും ഇമ്മൻ ഏത്തതിനൽ ഇസാറ പറ്റിത. പക്ഷേ ഖമീസ് കൊടുക്കേണ്ടത് തുണിയും തട്ടോടുന്ന പതിവുള്ള പെണ്ണല്ലെങ്കിലാണ്. സാധാരണ പഴയ കാലത്തെ പെണ്ണുങ്ങളൊക്കെ എന്തായിരുന്നു, ഇത് 10 വയസ്സത്തികളായന്മാരൊക്കെ ഇടാറില്ലേ, ഇനി വയസ്സായന്മാരൊക്കെ ഇടാറില്ലേ? എന്താ ചെയ്യുക? തുണിയും തട്ടൊക്കെ ഉണ്ടാവുക. അത് പതിവാക്കിയ പെണ്ണുങ്ങളല്ലെങ്കിൽ, മാനം തൊക്കുന്ന ആ സ്ത്രീ അല്ലെങ്കിലും ഇമ്മൻ എഴുത്താത പതിവാക്കിയ ലിസാർ, തുണിയും തട്ടവും പതിവാക്കിയ പെണ്ണല്ലെങ്കിൽ ഖമീസ് ഇടണം. ഫേജിബാനി, അതാണ് പതിവെങ്കിൽ അത് രണ്ടാണ് കൊടുക്കേണ്ടത്. ദൂനഹു, ഖമീസല്ല കൊടുക്കേണ്ടത്. അനലോ ചെയ്യും. ഇപ്പോൾ എല്ലാ സ്ത്രീകളും മാറി അല്ലേ, പർദ്ദ മോഡൽ വസ്ത്രങ്ങളായി. പർദ്ദ എന്നൊക്കെ ഖമീസ് പറഞ്ഞാലേ. വൈസാറും, തുണി കൊടുക്കണം. സറാബീൽ, സറാബീൽ കൊടുക്കണം. പാൻറ്റേ, പാൻറ്റ് എന്ന് പറഞ്ഞാൽ ചുരിദാറിൻ്റെ കടിയിലൊക്കെ ഇടുന്നതായിട്ടല്ലേ അതിന് പറയല്, ആക്കെ തന്നെ. ഹിമാർ, മുഖമൊക്കനെ കൊടുക്കണം. ഐ മിഖ്നാത്ത്, തല മറക്കുന്ന സാധനം. ഹിമാർ എന്ന് പറഞ്ഞാൽ മിഖ്നാത്ത് എന്ന അർത്ഥം തന്നെ, തല മൂടുന്ന വസ്ത്രം. ഓരോ ലിയാമത്തിന് അടിമ സ്ത്രീ ആണെങ്കിൽ പോലും കൊടുക്കണം. അടിമ സ്ത്രീക്ക് ഇപ്പോൾ തല മറക്കൽ നിർബന്ധമൊന്നുമില്ല എന്നാൽ പോലും. ഓ മുക്കഅബുൻ, അതുപോലെ തന്നെ ചെരുപ്പ് കൊടുക്കണം. കഅബ് എന്ന് പറഞ്ഞാൽ ഞെരിയാണി എന്നാണ്. മാ ഇൽബസു ഫീ രിജ്ലിഹ, കാലിൽ ധരിക്കുന്ന വസ്ത്രം കൊടുക്കണം. മയ്യത്തബറഫി നോഹി ഉറഫ് പരിധിയ, ഏതൈറ്റാണ് വേണ്ടതെന്നുള്ളത് നാട്ടിലെ പതിവനുസരിച്ചാണ് കണക്കാക്കപ്പെടേണ്ടത്. നൗ എന്ന് പറഞ്ഞാൽ ഇനം, ഉറഫ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പതിവ്. ഞാൻ പക്ഷേ മാവ്രതിമാൻ പറയുന്നത് ഇൻകാന്തിമയാത്തതിനല്ല എൽബസ്ന ഫി അർജുലിഹിന്ന ഷെയ്അൻ ഫിൽ ബുയൂത്ത്, വീട്ടിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ കാലിൽ ഒന്നും ധരിക്കാത്ത പതിവുള്ള പെണ്ണാണെങ്കിൽ ലാജിബലി അർജുലിഹിന്ന ഷെയ്ൻ, കാലിനൊന്നും കൊടുക്കണ്ട. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ വീട്ടിൻ്റെ ഉള്ളൊന്നും ധരിക്കലുണ്ട്. പഴയ കാലത്ത് വീട്ടിൻ്റെ ഉള്ളൊന്നും പുറത്തുനിന്ന് ധരിക്കില്ലായിരുന്നു. പുറത്തുനിന്ന് ധരിക്കാതെ പെണ്ണാണെങ്കിൽ കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ചെരുപ്പൊക്കെ ഇട്ട് ഡീസൻ്റായിട്ട് നടക്കട്ടെ പെണ്ണുങ്ങൾ. മാവൃതിമാൻ പറയണം ഇൻകാനത്തവളാണ് ഇമ്മ യാത്തതിന് അല്ല എൽബസിന, ധരിക്കാതിരിക്കൽ പതിവുള്ള പെണ്ണാണെങ്കിൽ ഫി അർജുലിഹിന്ന, കാലിൽ ഒന്നും, ഫിൽ ബുയൂത്തി, വീട്ടിൽ, ലാജിബലി അർജുലിഹിന്ന ഷെയ്ൻ, കാലിനൊന്നും കൊടുക്കണ്ട. ഇതൊക്കെ ഇപ്പം കോമൺ സാധനങ്ങളാണ്. ഇപ്പോൾ ഐഫോൺ കിട്ടാഞ്ഞിട്ട്, ഐഫോൺ കാരണം ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ ഐഫോൺ കിട്ടാഞ്ഞിട്ട് എന്നാൽ പിന്നെ മൂപ്പര വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ആ കാലം അപ്പോൾ ഐഫോണൊന്നും നിർബന്ധമാണെന്നപ്പോൾ കിതാബിൽ ഇതുവരെ നോക്കിയത് കണ്ടില്ല കേട്ടോ. സംസാരിക്കാനുള്ള ഉപകരണം കൊടുക്കണം എന്ന് കൂടി പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ. ഇപ്പം പെണ്ണുങ്ങളിങ്ങനെ ഡിമാൻഡ് വെച്ചപ്പോൾ എന്താ കാട്ടുക, ആണുങ്ങൾ കൊടുക്കുക തന്നെ, കാറ് വേണം. പിന്നെ വെജിബ് ദാലിക്ക ലഹ, ഇതൊക്കെ അവർക്ക് നിർബന്ധമാണ്. മാ ലിഹാഫിൻ, പുതപ്പ് വേണം. ബിഷിത്തായിൻ, തണുപ്പ് കാലത്ത്. ഷിത്താവ് കാരണം തണുപ്പ് കാലം എന്നാണ്. തണുപ്പ് കാലം എന്ന് വെക്കണ്ട, ഇനി ഉദ്ദേശിക്കുന്നത് വഖ്തൽ ബറദി, തണുപ്പുള്ള സമയത്ത് നടത്തണം. ഓരോ ഫി ഗൈരി ഷിത്ത, ഏത് തണുപ്പ് കാലം അല്ലെങ്കിൽ പോലും. അതേമാതിരി തണുപ്പ് കാലത്ത് ജുബ്ബത്തും മഹ്ഷൂവായ ജുബ്ബ കൊടുക്കണം. ഒരു കുപ്പായം ധരിക്കൂലേ ഈ തണുപ്പിന് ഉപയോഗിക്കുന്ന, എന്തതിന് പറയല് ആ ജുബ്ബ, അല്ലാഹ്, മഹ്ഷൂവത്തിന്, പഞ്ഞിയൊക്കെ നിറച്ചിട്ടുള്ള ജുബ്ബ, നല്ല കട്ടിയുള്ള, തണുപ്പ് കയറാതിരിക്കാനുള്ള ഷെൽറ്റർ അങ്ങനെന്തോ പറയുന്നുണ്ട്, ഷട്ടറോ.
അമ്മാഫി ഗൈരി വഖത്തിൽ പറതി തണുപ്പില്ലാതെ ഇരിക്കുമ്പോൾ വലോഫി വഖത്തി ശിത്തായി തണുപ്പ് കാലമാണെങ്കിൽ തണുപ്പ് സീസണാണെങ്കിൽ പോലും തണുപ്പില്ലാതിരിക്കുമ്പോൾ ഫിൽ ബിലാദിൽ ഹാറത്തി ചൂട് നാടാണെങ്കിൽ ഫേജുബുലഹ റിദാവിന് പനഹബുഹു അവർക്ക് പിന്നെ ഒരു തട്ടം റിദാവ് എന്ന് പറഞ്ഞാൽ തട്ടം അവനഹബ് പോലത്തൊക്കെയാണ് നിർബന്ധം. ഇൻകാനും ഇമയാത്താദൂന ഫിഹി ഖിതാഅൻ അവർ ഇങ്ങനെ ഈ മൂടിപ്പൊതക്കൽ പതിവുള്ള ആൾക്കാരാണെങ്കിൽ വൈറ ലിബാസിഹിം അവരുടെ വസ്ത്രം അല്ലാത്ത ഒരു ഖിതാവ് ഒരു മൂടി വസ്ത്രം ഒരു പുതപ്പ് ധരിക്കുന്ന പതിവുണ്ടെങ്കിൽ ഓ യനാമോന റിയാനൻ അല്ലെങ്കിൽ സാധാരണ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ഉറങ്ങുന്ന പതിവുണ്ടെങ്കിൽ റിദ ആണ് കൊടുക്കേണ്ടത്. കമാഹു സുന്നത്തും അതാണല്ലോ സുന്നത്ത്. അപ്പോൾ മാഫി ഗൈരി വക്തിൽ പറഞ്ഞതിൽ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. എല്ലാം കൂടെ പറഞ്ഞാൽ പിന്നെ കേൾക്കാൻ സമയം കഴിയില്ല, കിട്ടൂല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. അള്ളാഹു നമുക്ക് ഈമാനും അമലും വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.